ഇതിനിടെ നമ്മൾ നാമക്കലിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് കണ്ടത്. അതിൽ കൊലയാളി എന്ന വിശേഷണമുള്ള പോസ്റ്ററുകളാണ്. ഒരു ഭാഗത്ത് വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ തന്നെ പ്രതിഷേധമുണ്ട് എന്ന തരത്തിലേക്കാണോ നമ്മൾ ഈ പോസ്റ്ററുകളെ കാണേണ്ടത്? അനുജ, എന്തായാലും കരൂരിലും വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുണ്ട്. തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. 39 ജീവനുകൾ ഈ ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കിയ ശേഷം ഒളിച്ചോടിയ ആളാണ് വിജയ് എന്നും വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കരൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ പേരിലാണ്. അത് ഇവിടെ ജില്ലയിൽ മാത്രമല്ല, ഈ ജില്ലയ്ക്ക് പുറത്തും ഇത്തരത്തിൽ വിജയ്ക്കെതിരെ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പോസ്റ്ററുകൾ സജീവമാക്കുകയാണ്. ഇവർ വിദ്യാർത്ഥി യൂണിയൻ വിജയിയെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും സമാനമായ പോസ്റ്ററുകളുണ്ട്. അല്പസമയത്തിനകം തന്നെ നിർമ്മല സീതാരാമൻ അടക്കം ഇപ്പോൾ ഈ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്യും. ഇവിടെ കടുത്ത പ്രതിഷേധം, അതായത് ഇന്നലെ ഈ പ്രാദേശിക ഹർത്താലൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനോട് ജനം പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രമാത്രം വേദനയിലും ഞെട്ടലിലുമാണ് ഈ നാടാകെ ഉള്ളത്. കരൂരിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലിൽ തന്നെയാണുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ വിജയ്ക്കെതിരെ പോസ്റ്റർ പ്രചാരണം കൂടി ശക്തമാകുന്നത്. നിർമ്മല സീതാരാമന്റെ വരവ് കണക്കിലെടുത്ത് നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 11:30 കരൂർ മെഡിക്കൽ കോളേജിലേക്ക് നിർമ്മല സീതാരാമനും എൽ മുരുകനും എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.